ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ താമരപ്പൂ വിരിഞ്ഞു കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ഞാനത് രാവിലെ അമ്പലത്തിലും കൊടുത്തു വിട്ടു കേട്ടോ. മോൻ്റെ കയ്യിൽ കൊടുത്ത് അമ്പലത്തിൽ വിട്ടിട്ടുണ്ട്. അപ്പം ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. നല്ല വലിയ പൂവായിരുന്നു വിരിഞ്ഞത്. പിന്നെ അതിൽ വേറെ മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം താമരയുടെ സീസണാണെന്ന് തോന്നുന്നു. മുട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചില ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാർക്ക് കാശ് കൊടുക്കുന്നത് എണ്ണിപ്പിറക്കിയാണ് കേട്ടോ. ഓരോരോ കാര്യങ്ങൾക്കും നമുക്കിപ്പം മന്ത്ലി ഓരോരോ പേയ്മെൻറ്റ് ചെയ്യാനുണ്ടായിരിക്കുമല്ലോ. അത് കറക്റ്റായിട്ട് എണ്ണിപ്പിറക്കി ആ കറക്റ്റ് കാശ് മാത്രമേ അവരുടെ കയ്യിൽ കൊടുക്കാറുള്ളൂ. ചില ഭർത്താക്കന്മാരുടെ കാര്യമാണ് പറയുന്നത്, എല്ലാവരുടെയും ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ വന്ന് എന്നോട് കുറച്ച് കാര്യങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, സ്ത്രീകൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം എന്തായാലും ഉണ്ടായിരിക്കണം. ആ സ്ത്രീയുടെ മകൾ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഫീസ് പറഞ്ഞത് കൂട്ടി ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് എനിക്ക് തരാനുള്ള ഫീസിനെക്കാട്ടിൽ കൂടുതൽ ആ ഭർത്താവിനോട് പറഞ്ഞിട്ട് ആ പൈസ വാങ്ങിക്കും. എന്നിട്ട് എൻ്റെ ഫീസ് തന്നിട്ട് ബാക്കി അവരുടെ കയ്യിൽ വെക്കാറാണ് പതിവ്. അപ്പോൾ എനിക്ക് തോന്നുന്ന എല്ലാ വർഷവും ഇങ്ങനെയാണ്. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പം ആ പെൺകുട്ടി എന്നോട് ഇന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് പേരൻസിനെ, അത് തമാശയായിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. എനിക്ക് തരാനാണെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് പൈസ അടിച്ചു പൊളിച്ച് കളയുവാണല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ച്. അപ്പോഴത്തേന് ആ ചേച്ചിയല്ല, എന്നെക്കാട്ടി പ്രായം കുറഞ്ഞൊരു സ്ത്രീയാണ് കേട്ടോ. അവർ കരയാൻ തുടങ്ങി. അപ്പോൾ അവരുടെ വിഷമങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. എല്ലാം എണ്ണിപ്പിറക്കിയാണ് കൊടുക്കുന്നത്, ഒരു കാശ് പോലും അവരുടെ ആവശ്യത്തിനൊന്നും പറഞ്ഞു അല്ലെ അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കൊടുക്കാറില്ല. എല്ലാത്തിനും ഭയങ്കര കണക്കാണ്. കൊടുക്കാറുണ്ട്, പക്ഷേ എല്ലാം കണക്ക് പറഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പം അതുപോലെ തന്നെ എപ്പോഴും വഴക്കിടുന്ന സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്. എല്ലാത്തിനും എപ്പോഴും വഴക്ക് പറഞ്ഞ് കുറ്റം പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരിക്കും. അവർ കരയുമായിരുന്നു. ഞാൻ മടുത്തു, 10-14 വർഷമായിട്ട് മടുത്തു, എനിക്ക് മതിയായി എന്നും പറഞ്ഞ് കരയുമായിരുന്നു. ഇട്ടിട്ട് പോകാൻ പറ്റില്ല, കൊച്ചിനെ ഓർത്താണ്ട് ജീവിക്കുന്നത്, അത് പഠിക്കാൻ പറഞ്ഞിട്ട് പഠിക്കുന്നില്ല, അങ്ങനെ അവളെ കുറ്റം പറയായിരുന്നു. പഠിക്കുന്ന കുട്ടിയായിരുന്നു, ഇപ്പം കുറച്ച് നാളായിട്ട് കുറച്ച് ഉഴപ്പി നടക്കുക. അപ്പം അത് പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാത്തിനും ഭയങ്കര കണക്കായത് കാരണം കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പറഞ്ഞു മേടിക്കും. എന്നിട്ടും അദ്ദേഹം പറയുന്നത് കേട്ട് എൻ്റെ അടുത്ത് തന്നെ അന്വേഷിക്കുക എത്ര ഫീസ് എന്ന് ഒക്കെ അങ്ങനെ പറയുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ. ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവർ പറയുന്നത് എന്തുവാ, സുഖമില്ലാതെ പല്ലിന് കുറച്ച് എന്തോ ബുദ്ധിമുട്ട് വേദനയൊക്കെ ആയിട്ട് ആശുപത്രിയിൽ പോകാനിരിക്കുകയാണ്. എന്നിട്ട് അതിന് പൈസ കൊടുക്കുന്നില്ല. എന്നിട്ട് പിന്നെ അവരുടെ കയ്യിലിരുന്ന് അമ്മയൊക്കെ കൊടുക്കുന്നതോ ഇതുപോലെയൊക്കെ വാങ്ങിച്ച് വയ്ക്കുന്ന പൈസ കൊണ്ടെങ്ങാണ്ട് അവർ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ച് കാര്യം പറയാമായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അത് ഭയങ്കര ദയനീയമാണല്ലോ. അങ്ങനെയുള്ള അവസ്ഥ ഇന്നത്തെ ജനറേഷനിലില്ല. കുട്ടികളെല്ലാം നല്ല വിദ്യാഭ്യാസവും സ്വന്തമായിട്ട് വരുമാനവും ഉള്ളവരാണ്. വേറെ ലെവലിലോട്ട് മാറുകയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ. വിവാഹം പോലും വേണ്ടാന്ന് തീരുമാനിച്ച് ജീവിക്കുന്നു. ചിലപ്പം അതൊക്കെ ഒന്നോർത്താൽ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണുമ്പം തന്നെ അവർ സ്വയം വെറുക്കുന്നവരും ഉണ്ടാകും. പിന്നെ വേറെ രീതിയിൽ നടക്കാനുള്ള പെൺകുട്ടികളും ഉണ്ട് കേട്ടോ. അവർക്ക് സ്വന്തമായിട്ട് സ്വാതന്ത്ര്യമായിട്ട് നടക്കണമെങ്കിൽ വിവാഹം കഴിച്ചാൽ പറ്റാതെ അങ്ങനെ പോകണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് പലരുടെയും പല മൈൻഡാണ്. പക്ഷേ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടായിരിക്കുന്നത് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നതിന് അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം എന്തായാലും പെൺകുട്ടികൾ തീർച്ചയായിട്ടും നല്ല വിദ്യാഭ്യാസം നേടി ജോലി നേടാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഭർത്താക്കന്മാരുടെ മുൻപിൽ കൈ നീട്ടി നിൽക്കേണ്ടി വരും. സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ അഭിമാനത്തോടെ ജീവിക്കാം.